രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരു നേതാവ് ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂർ സിറ്റിയിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായിട്ടും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. ചന്ദ്രശേഖർ വളരെ സുപരിചിതനായ വ്യക്തിയാണ്. IT മിനിസ്റ്റർ എന്ന നിലയ്ക്ക് നിശ്ചയമായിട്ടും വൻ വിജയം കൈവരിച്ച ഒരാളാണ്. അദ്ദേഹം ദേശമംഗലംകാരനാണ്, തൃശ്ശൂർകാരനാണ്. അദ്ദേഹം പഠിച്ച സ്കൂൾ എന്റെ എനിക്ക് തൊട്ടടുത്ത് കാണാം. 5 മുതൽ 10 വരെ സീറ്റ് താങ്കൾ പക്കയായിട്ട് ഉറപ്പിക്കുന്നു. അതുപോലെ പുതുക്കാട്, അതുപോലെ ഇരിഞ്ഞാലക്കുട, പാലക്കാട് ജില്ലയിലും 2-3 സീറ്റ് അവർക്ക് വേണമെങ്കിൽ നേരിടും. പാലക്കാട് ടൗൺ സീറ്റ് അടക്കം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരവധി പാർട്ടികളിൽ നിന്ന് മത്സരിക്കാനായിട്ട് ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി മാത്രമല്ല, നിരവധി പാർട്ടികളെ സമീപിച്ചിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ BJPക്ക് എത്രത്തോളം സീറ്റുകൾ ലഭിക്കുമെന്നാണ് കേരളത്തിലെ ക്രിസ്തീയ സഭകൾ പ്രതീക്ഷിക്കുന്നത്? ഈ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാൻ എന്നോടൊപ്പമുള്ളത് മുൻ അൽമായ സെക്രട്ടറി ടോണി ചിറ്റിലപ്പള്ളിയാണ്. ടോണി ചിറ്റിലപ്പള്ളിയെ കുറിച്ച് പറയുമ്പോൾ, കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഒരു ലോക്സഭാ സീറ്റ് BJP ജയിക്കുമ്പോൾ തന്റേതായ പങ്ക്, അല്ലെങ്കിൽ ചെറുതല്ലാത്ത പങ്ക്, സുരേഷ് ഗോപിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനായി വഹിച്ച ഒരാളാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് തീർച്ചയായിട്ടും കേരളത്തിൽ വേരുകൾ ഉറപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമാണ് കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ്. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJPയെ എല്ലാ സ്ഥലത്തും എഴുതി തള്ളിയപ്പോൾ തൃശൂർ അവര് പിടിച്ചടക്കുമെന്ന് ഞാൻ പരസ്യമായിട്ട് പറഞ്ഞ ഒരാളാണ്. കാരണം അന്നത്തെ തൃശ്ശൂരിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞാല് ഇടത് വലത് മുന്നണികളെ മാറ്റി നിർത്തുന്ന ഒരു സമീപനമായിരുന്നു തൃശ്ശൂരിലെ ജനങ്ങൾക്കുണ്ടായിരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും സുരേഷ് ഗോപിയെ പോലെ ഒരാള് 2 തെരഞ്ഞെടുപ്പുകളിൽ ഇവിടെ പരാജയപ്പെട്ടിരുന്നു. നിശ്ചയമായിട്ടും അദ്ദേഹം തൃശ്ശൂര് കേന്ദ്രമാക്കി പ്രവർത്തിച്ചു. അത് അദ്ദേഹം എടുക്കുമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷ എനിക്കുണ്ടായിരുന്നു. ഞാൻ പരസ്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും ഒരു വൻ ഭൂരിപക്ഷത്തോടെ BJPയുടെ ലോകസഭാ അംഗമായിട്ട് സുരേഷ് ഗോപിക്ക് ഡൽഹിയിലേക്ക് പോകാൻ കഴിഞ്ഞു. നമ്മളിപ്പോ അദ്ദേഹം ചോദിച്ച പോലെ എന്തായിരിക്കും BJPയുടെ അടുത്ത പ്രതീക്ഷകൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ? തീർച്ചയായിട്ടും BJP വളർന്നു വരുന്നൊരു പാർട്ടിയാണ്. ഇടതു വലത് മുന്നണിയെ സംബന്ധിച്ച് ഈ പാർട്ടികളെ മാറി മാറി പരീക്ഷിച്ച ഒരു അവസ്ഥയാണ് കേരളത്തിലെ ജനങ്ങൾക്കുള്ളത്. ഇതിനെ സംബന്ധിച്ചിടത്തോളം BJPക്ക് ഒരു ട്രെൻഡ് ഇവിടെ ഉണ്ട്. കാരണം രാജീവ് ചന്ദ്രശേഖർ പ്രസിഡന്റ് ആയ ശേഷം നമുക്ക് ഒരിക്കലും തള്ളി പറയാൻ പറ്റാത്തൊരു അവസ്ഥയിലേക്കാണ് BJPയുടെ സാധ്യതകൾ. പ്രത്യേകിച്ച് ഏതൊക്കെ സീറ്റുകളൊന്ന് വ്യക്തമാക്കാമോ? കാസർഗോഡ് BJPക്ക് നല്ല വേരോട്ടമുള്ള ഒരു സ്ഥലമാണ്. മഞ്ചേശ്വരം കുറച്ച് വോട്ടുകൾക്കാണ് K. സുരേന്ദ്രൻ അവിടെ പരാജയപ്പെട്ടത്. തീർച്ചയായിട്ടും BJPക്ക് അവിടെ സാധ്യതയുണ്ട്. അതുപോലെ കോഴിക്കോട്, ബാലുശ്ശേരി, കോഴിക്കോട് സിറ്റി, നമ്മൾ അവിടെ നിന്ന് പോരുമ്പോൾ തൃശ്ശൂർ, ഗുരുവായൂർ ഒഴിച്ച് തൃശ്ശൂർ ഏത് സീറ്റ് വേണമെങ്കിൽ BJPക്ക് എടുക്കാം. പ്രത്യേകിച്ച് പുതുക്കാട്, ഇരിഞ്ഞാലക്കുട, തൃശ്ശൂർ സീറ്റുകളാവും. അപ്പൊ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവർക്ക് എടുക്കാമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. പിന്നീട് അവർക്ക് ഒരു പ്രധാനപ്പെട്ട ഒരു അവരുടെ ഏരിയ പാലക്കാടാണ്. പാലക്കാട് ജില്ലയിലും 2-3 സീറ്റ് അവർക്ക് വേണമെങ്കിൽ നേരിടും. പാലക്കാട് ടൗൺ സീറ്റ് അടക്കം പത്തനംതിട്ട, കായംകുളം, ട്രിവാൻഡ്രം, നേമം ശക്തമായിട്ടുള്ള ഒരു സ്വാധീനം BJPക്ക് ഉണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പറ്റത്തില്ല. ഇടത് വലത് മുന്നണികൾ പറയും അവർ വരില്ല എന്ന്, പക്ഷെ അവരുടെ വോട്ട് ബാങ്ക് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. യാഥാർത്ഥ്യബോധത്തോടു കൂടി ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. തൃശ്ശൂർ എല്ലാവരും എഴുതി തള്ളിയപ്പോൾ ഞാൻ BJP ഇവിടെ ജയിക്കുന്നു പറഞ്ഞ ആളാണ്. BJP ഇവിടെ ജയിക്കും ചെയ്തു. ഏകദേശം 72,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ സുരേഷ് ഗോപി ജയിച്ചിട്ടുണ്ട്. ഒരുപാട് ചർച്ചകളും പ്രവചനങ്ങളൊക്കെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. എപ്പോഴും ഉറപ്പിച്ചിരുന്ന കാര്യം ഒരിക്കലും BJP വരില്ല എന്ന് തന്നെയാണ് ഞാൻ തുറന്ന് സമ്മതിക്കുന്നത്. അതിനുള്ളൊരു പ്രധാനപ്പെട്ട കാരണം, തൃശ്ശൂരിലൊരു വിജയം നിശ്ചയിക്കണമെങ്കിൽ, അല്ലെങ്കിൽ തൃശ്ശൂരിൽ ആര് വിജയിക്കണമെങ്കിലും ക്രൈസ്തവരുടെ വോട്ടില്ലാതെ തൃശ്ശൂരിൽ വിജയിക്കും. മുൻകാല ചരിത്രം അങ്ങനെ തന്നെയാണ്. ക്രൈസ്തവർ വലിയൊരു പങ്ക് ആര് വിജയിച്ചാലും ഇവിടെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് BJPക്ക്, അല്ലെങ്കിൽ താമര ചിഹ്നത്തിൽ ഒരു BJP സ്ഥാനാർത്ഥി കിട്ടില്ലായിരുന്നായിരുന്നു. പക്ഷേ താങ്കൾ നേരത്തെ നിരീക്ഷിച്ച പോലെ സുരേഷ് ഗോപി വൻ വിജയം തന്നെയാണ്. എന്താ കേരളത്തിലെ ക്രൈസ്തവർ BJPയിലേക്ക് ഒരു ഷിഫ്റ്റ് ഉണ്ടായിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഞാനൊരു പാർട്ടിയുടെ വക്താവല്ല, ഞാൻ BJPയുടെ പ്രവർത്തകനല്ല. എങ്കിലും കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പില് എല്ലാവരും BJP എഴുതി തള്ളിയപ്പോൾ ഒരു കാര്യം സുനിശ്ചിതമായിരുന്നു. അതായത് ഇടത് വലത് മുന്നണികളെ പരീക്ഷിച്ച് തൃശ്ശൂർ പരാജയപ്പെട്ട ഒരു അവസരമായിരുന്നു. തൃശ്ശൂർ നഗരത്തിൽ, തൃശ്ശൂർ ജില്ലയില് വ്യക്തമായിട്ടുള്ള വികസന പ്രവർത്തനങ്ങൾ 2 പാർട്ടികൾ, കോൺഗ്രസിനും ഇടതുപക്ഷത്തിനും ചെയ്യാൻ സാധിച്ചില്ല. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ, യാഥാർത്ഥ്യം. മോദിജി ഇന്ത്യൻ പ്രധാനമന്ത്രി തൃശ്ശൂര് സന്ദർശനത്തിനായിട്ട് ഇവിടെ വന്ന സമയത്ത് അതിന്റെ തലേദിവസം
എന്നെ ചില ചാനലുകൾ ന്യൂസ് 18 ഇവിടെ വടക്കനാഥ ക്ഷേത്രത്തിന് മുമ്പിൽ ഒരു ഇന്റർവ്യൂവിന് ക്ഷണിച്ചിരുന്നു. ഞാൻ അവിടെ പോയിരുന്നു. അന്ന് അവിടെ ഇടതുപക്ഷത്തിന്റെയും കോൺഗ്രസിന്റെയും പ്രവർത്തകരുണ്ടായിരുന്നു, അതിന്റെ റെപ്രസെന്റേറ്റീവ് ഉണ്ടായിരുന്നു. അന്ന് എന്നോട് കേരളത്തിലെ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ BJPയുടെ പ്രതീക്ഷ എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞാൻ നിശ്ചയമായിട്ട് പറഞ്ഞു, സുരേഷ് ഗോപി നിശ്ചയമായിട്ടും അധികം വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ അവിടുത്തെ പ്രവർത്തകര് കോൺഗ്രസിന്റെയും ഇടതുപക്ഷത്തിന്റെയും ആളെ കൂകി തോൽപ്പിക്കുകയായിരുന്നു. എങ്കിലും ഞാൻ പറഞ്ഞു നിശ്ചയമായിട്ടും സുരേഷ് ഗോപി വിജയിക്കുമെന്ന്. പക്ഷേ റിസൾട്ട് വന്നപ്പോൾ വൻ ഭൂരിപക്ഷത്തോടെ സുരേഷ് ഗോപി തെരഞ്ഞെടുക്കപ്പെടുകയാണ് ഉണ്ടായത്. അതിന് കാരണം, അതായത് തൃശ്ശൂരിലെ ജനങ്ങൾ ഇത്തരം മുന്നണികളെ പരീക്ഷിച്ച് മടുത്തു. ആ ഒരു അവസ്ഥയിൽ സുരേഷ് ഗോപി അത് കൃത്യമായിട്ട് അത് പ്ലാൻ ചെയ്ത് ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണം സുരേഷ് ഗോപി നടത്തുവാൻ സാധിച്ചു എന്നുള്ളതാണ്. സുരേഷ് ഗോപിയുടെ വിജയത്തിന്റെ ആവേശത്തിൽ വളരെ വലിയ സാധ്യതയാണ് BJPക്കുള്ളത്. എങ്കിലും ഏറ്റവും കൃത്യമായി ഏതൊക്കെ സീറ്റുകളാണ് BJP പ്രതീക്ഷിക്കുന്നത്? ഒരു കാര്യം കൂടെ ഞാൻ പ്രേക്ഷകരോട് പറയുകയാണ്. സ്ഥിരീകരിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചില പത്രങ്ങൾ സ്ഥിരീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ചില സീറ്റുകളിൽ ചീഫ് ഗസ്റ്റിനെ തന്നെ പലരും സ്ഥാനാർത്ഥിത്തിനായി ക്ഷണിച്ചിരിക്കുകയാണ്, വീട്ടിൽ പോയി ക്ഷണിച്ചിരിക്കുകയാണ്. സാറേ, ആ സീറ്റുകൾ ഒന്ന് പറയാൻ പറ്റുമോ? 6 സീറ്റുകളാണ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് നിരവധി പാർട്ടികളിൽ നിന്ന് മത്സരിക്കാനായിട്ട് ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട്. ഒരു പാർട്ടി മാത്രമല്ല, നിരവധി പാർട്ടികൾ സമീപിച്ചിട്ടുണ്ട് ആ പാർട്ടിയിൽ ചേരാനും പ്രവർത്തിക്കാനും. പക്ഷെ ഞാൻ രാഷ്ട്രീയത്തിന് അതീതമായ നിലപാടെടുക്കുന്ന ഒരാളാണ്. അപ്പോൾ ഞാൻ അതിനൊന്നും വ്യക്തമായിട്ടുള്ള മറുപടി നൽകിയിട്ടില്ല. എനിക്ക് പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ ചായ്വൊന്നും ഇല്ല. BJP ആയാലും ഇടതുപക്ഷമായാലും കോൺഗ്രസ് ആയാലും അതൊരു യാഥാർത്ഥ്യമാണ്. പലരും സമീപിക്കുന്നുണ്ട്, ഇപ്പോഴും സമീപിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ അങ്ങോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അതാണ് ഇപ്പോഴത്തെ എന്റെ നിലപാട്. പക്ഷെ രാഷ്ട്രീയ നീക്കങ്ങളെ ഞാൻ വളരെ ശ്രദ്ധയോടെ വീക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് എന്റെ നിലപാട് തീർച്ചയായും വിദ്യാർത്ഥിയല്ല, അതിനേക്കാളും കൂടുതലാണ്. അപ്പൊ എനിക്ക് വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട്. പ്രത്യേകിച്ച് ക്രൈസ്തവ സഭകള് പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് രാഷ്ട്രീയ പാർട്ടികൾക്ക് കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും രാഷ്ട്രീയ ക്രൈസ്തവര്, കത്തോലിക്കര് അല്ലെ ക്രൈസ്തവര് ഒരിക്കലും ഒരു പാർട്ടിയുടെ ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് അല്ല. അത് അവർ മനസ്സിലാക്കണം. അത് കോൺഗ്രസ് ആയാലും ഇടതുപക്ഷം ആയാലും BJP ആയാലും ക്രൈസ്തവരെ സഹായിക്കുന്ന പാർട്ടികൾക്ക് ഇഷ്യൂ ബേസ്ഡ് പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് ക്രൈസ്തവ സഭകൾ നൽകേണ്ടത്. BJPക്ക് വോട്ട് ചെയ്യുന്നതിൽ ഒട്ടും അമാന്തിക്കാറില്ല. ഒരിക്കലില്ല. കാരണം സഭയുടെ മക്കൾക്ക്, അതായത് സഭാ മെമ്പേഴ്സിന് പ്രത്യേകിച്ച് ഒരു ഇന്ന പാർട്ടിക്ക് വോട്ട് ചെയ്യണമെന്ന് ഒരിക്കലും പറയാറില്ല. പക്ഷെ സഭയിലെ ആളുകൾക്ക് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ചായ്വുണ്ട്. ഇപ്പൊ ക്രൈസ്തവ സഭയിലെ ആളുകൾ BJPയിലുണ്ട്, ഇടതുപക്ഷത്തുണ്ട്, കോൺഗ്രസിലുണ്ട്. നമ്മൾ ഒരിക്കലും ഒരു പാർട്ടിക്ക് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് വോട്ട് ചെയ്യാൻ ഒരിക്കലും പറയാറില്ല. പക്ഷെ അത് ഇഷ്യൂ ബേസ്ഡ് ആയിട്ട് ചെയ്യണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. സത്യസന്ധമായി ചോദിക്കട്ടെ, ഏതൊക്കെ സീറ്റുകളിലേക്കായിരുന്നു താങ്കൾ, ഈ കുറച്ച് രാഷ്ട്രീയ പാർട്ടികൾ താങ്കളോട് വന്നു പറഞ്ഞു, തുറന്നു പറയാൻ തയ്യാറുണ്ട് ഏതൊക്കെ സീറ്റുകളായിരുന്നു? അല്ല, അത് ഒരു സൗഹൃദ ചോദ്യം എന്ന നിലയിൽ കണ്ടെത്തിയാൽ മതി. അത് സൗഹൃദമായിട്ട് തന്നെ ഇരിക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പക്ഷെ ചില പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, അതൊക്കെ പത്രങ്ങളൊക്കെ അവർ കണ്ടുകൊള്ളും. അത് ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാരണം അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അപ്പൊ അത് ഞാൻ നിൽക്കുന്നത്. താങ്കൾ നേരത്തെ പറയില്ല 5-ലധികം അല്ലെങ്കിൽ 10-ൽ താഴെയുള്ള സീറ്റുകളിൽ എന്തായാലും തൃശ്ശൂരിന് സീറ്റ് ഉണ്ടാവും എന്ന് താങ്കൾ ഉറപ്പായിട്ടും. രാജീവ് ചന്ദ്രശേഖരെ പോലുള്ള ഒരു നേതാവ് തിരുവനന്തപുരത്ത് വളരെ നേരിയ മാർജിനിൽ അദ്ദേഹം പരാജയപ്പെട്ടത്. ഒരുപക്ഷെ അദ്ദേഹം തൃശ്ശൂർ സീറ്റിൽ നിൽക്കണമെങ്കിൽ തീർച്ചയായും ജയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സാധ്യത ഉറപ്പായിട്ടും. സാറിന്റെ ഒരു പ്രവചനം എന്ന് പറയുന്നത് ഒരിക്കൽ വേണമെങ്കിൽ രാജീവ് ചന്ദ്രശേഖരൻ തൃശ്ശൂരിൽ മത്സരിച്ചാൽ അത്ഭുതപ്പെടാൻ എല്ലാ സീറ്റ് പിടിച്ചെടുക്കാനാകുമെന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് അത്രയും സാധ്യതയുണ്ടോ രാജീവ് ചന്ദ്രശേഖരൻ തൃശ്ശൂർ? തീർച്ചയായിട്ടും രാജീവ് ചന്ദ്രശേഖർ വളരെ സുപരിചിതനായിട്ടുള്ള വ്യക്തിയാണ്. IT മിനിസ്റ്റർ എന്ന നിലയ്ക്ക് നിശ്ചയമായിട്ടും വൻ വിജയം കൈവരിച്ച ഒരാളാണ്. അദ്ദേഹം ദേശമംഗലംകാരനാണ്, തൃശ്ശൂർകാരനാണ്. അദ്ദേഹം പഠിച്ച സ്കൂൾ ഇവിടെ എനിക്ക് തൊട്ടടുത്ത് കാണാം. 100 മീറ്റർ ഇല്ല, 50 മീറ്റർ പോലും ഇല്ല. അപ്പൊ അദ്ദേഹം ഇവിടെ മത്സരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അദ്ദേഹത്തെ പോലെ നേതാവിന് വിജയിക്കാനുള്ള സകല സാധ്യതയുണ്ട്. ഒരുപക്ഷെ സുരേഷ് ഗോപിയേക്കാൾ കൂടുതൽ ഒരു ചാൻസ് തൃശ്ശൂർ നിയമസഭാ മണ്ഡലത്തില് രാജീവ് ചന്ദ്രശേഖരനുണ്ടെന്നാണ്. എഡ്യൂക്കേറ്റഡ് ക്ലാസ് ഒക്കെ കൂടുതലുള്ള ഒരു പ്രദേശം എന്ന നിലയിൽ വലിയൊരു. ഇപ്പോ രണ്ടാമത്തെ, ഞാൻ നേരത്തെ തുടക്കത്തിൽ ചോദിച്ചത് 2026 തെരഞ്ഞെടുപ്പിനെ കുറിച്ചിട്ടാണ്. താങ്കൾ കൃത്യമായി മറുപടി പറഞ്ഞു. 10-ൽ താഴെ സീറ്റ് എന്തായാലും 5-ൽ കൂടുതലും 10-ൽ താഴെ എന്നാണ് താങ്കൾ പറഞ്ഞത്. ഇവിടുത്തെ സഭകള് ഏറ്റവും കൂടുതൽ ഇടതുപക്ഷത്തിന്റെയും ഭരണം അല്ലെങ്കിൽ ഇടതുപക്ഷ പിണറായി ഭരണത്തിന് ഏറ്റവും കൂടുതൽ പ്രതിഷേധിക്കാനുണ്ടാവുന്ന കാരണങ്ങൾ? എന്നെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് ഗവൺമെന്റും ഇടതുപക്ഷ ഗവൺമെന്റും ക്രൈസ്തവരെ മതിയായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമുക്കറിയാം ന്യൂനപക്ഷ കമ്മീഷൻ, ഈ ന്യൂനപക്ഷ കമ്മീഷനിൽ ഒരു മിനിസ്റ്റർ പോലും ക്രൈസ്തവരായിട്ട് ഇതുവരെ ഉണ്ടായിട്ടില്ല കഴിഞ്ഞ 20 വർഷമായിട്ട്. അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ നിരന്തരം ക്രൈസ്തവരെ അവഗണിക്കുന്ന ഒരു
അവസ്ഥയാണ് രണ്ട് മാറി മാറി വന്ന കോൺഗ്രസ് ഇടതുപക്ഷ ഗവൺമെന്റുകൾ കാണിച്ചത്. വളരെ ഗുരുതരമായ ഒരു ആരോപണമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. ന്യൂനപക്ഷ കമ്മീഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മതം കുത്തകയായി മാറി. തീർച്ചയായിട്ടും ഒരു പ്രത്യേക മതത്തിന്റെ ഒരു ന്യൂനപക്ഷങ്ങൾ എന്ന് പറഞ്ഞ ഒരുപാട് മതങ്ങൾ കേരളത്തിൽ തന്നെയുണ്ട്. അതെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിൽ ഞാൻ പറയുകയാണ്, ന്യൂനപക്ഷ കമ്മീഷൻ മന്ത്രി, അതുപോലെ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ഇവിടെയെല്ലാം നിരന്തരമായിട്ട് ക്രൈസ്തവരെ അവഗണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിട്ടുണ്ട്. പിന്നെന്തൊക്കെയാണ് വിഷയങ്ങൾ? തീർച്ചയായിട്ടും കഴിഞ്ഞ അവസരങ്ങളിൽ ന്യൂനപക്ഷ അവകാശങ്ങൾ ക്രൈസ്തവർക്ക് നൽകുന്ന കാര്യത്തിൽ രണ്ട് ഗവൺമെന്റുകളും പരാജയപ്പെട്ടിട്ടുണ്ട്. പ്രത്യേകിച്ച് JB കോശി കമ്മീഷൻ റിപ്പോർട്ട് ഇതുവരെ അത് വെളിച്ചം കണ്ടിട്ടില്ല, അത് നടപ്പിലാക്കിയിട്ടില്ല. എപ്പോഴും പറയും ഞങ്ങൾ ചെയ്യാം, പക്ഷെ ആ മിനിസ്റ്ററും മുഖ്യമന്ത്രിയും അതിന് വേണ്ട ഒരു ശ്രദ്ധ കാണിച്ചിട്ടില്ല. എപ്പോ ചോദിച്ചാലും പറയും ഞങ്ങൾ ഇപ്പൊ നടപ്പാക്കും. ഇതുവരെ പൂർണ്ണ രൂപത്തിൽ ആ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടില്ല, അതിന്റെ ശുപാർശകൾ നടപ്പിലാക്കിയിട്ടില്ല കൃത്യം. അതുപോലെ തന്നെ മലയോര മേഖലയിലെ പ്രശ്നങ്ങൾ, വന്യമൃഗങ്ങളുടെ ഓരോ ദിവസം അത് നശിപ്പിക്കപ്പെടുന്ന ഏറ്റവും കൂടുതൽ ക്രൈസ്തവരാണ്. മലയോര മേഖല ഏറ്റവും കൂടുതൽ ജീവിക്കുന്ന ക്രൈസ്തവരാണ്. മലബാർ മേഖലയിൽ, അതുപോലെ ഹൈറേഞ്ചില് നിരവധി. ഇതുവരെ ഒരു മന്ത്രിക്കോ അതുപോലെ കേരള ഗവൺമെന്റിനോ ഇതുവരെ ഒരു ശക്തമായ രീതിയിൽ ക്രൈസ്തവരെ സഹായിക്കാനായിട്ട് അത് പറ്റിയിട്ടില്ല. പിന്നെ വിഴിഞ്ഞം ഇഷ്യൂ, മുനമ്പം, ഇതെല്ലാം ക്രൈസ്തവരെ നിരന്തരം അപമാനിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് ഈ രണ്ട് ഗവൺമെന്റുകളും ചെയ്തിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു അവസരത്തിലാണ് BJP ഇതുവരെ പരീക്ഷിച്ചിട്ടില്ല കേരളത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള ചാൻസ് ഞാൻ ഒരിക്കലും പറയുന്നില്ല BJP ഇവിടെ ഫുൾ ജയിക്കുന്നു അല്ലെങ്കിൽ ക്രൈസ്തവരെ പിന്തുണയോടെ BJP വരുമെന്ന് എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും അതിനുള്ള ഒരു അവസരം ഇവിടെ തുറന്നു കിടപ്പുണ്ട്. അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ പറയാറുണ്ട് ചില സംസ്ഥാനങ്ങളിൽ BJP സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുമ്പോൾ ഏറെക്കുറെ എല്ലാം ഹിന്ദുക്കൾ തന്നെയാണ് ആവാൻ. അതിനുള്ളൊരു മാറ്റം കേരളത്തിൽ ഉണ്ടാവുമോ? കേരളത്തിലെ മറ്റു മതവിഭാഗത്തിലുള്ള ആൾക്കാരെയും BJP പരിഗണിക്കാൻ സാധ്യതയുണ്ടോ? BJP പരിഗണിക്കണമോ? എന്താണ് എനിക്കറിയാം, ഈ അടുത്ത കാലത്ത് ശ്രീ ജോർജ് കുര്യൻ സീറോ മലബാർ സഭയിൽ ഒരു അംഗമാണ്. എങ്കിലും അദ്ദേഹം നമ്മളുടെ ഒരു അഭ്യുദയകാംക്ഷിയാണ്. അദ്ദേഹത്തെ ഒരു മന്ത്രിയാക്കി ഉയർത്തി കാണിക്കുക, അത് നരേന്ദ്രമോദി ഗവൺമെന്റിന്റെ അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ വിജയം കൂടിയാണ്. കേരളത്തിലെ ക്രിസ്ത്യാനികളോട് തീർച്ചയായിട്ടും അദ്ദേഹം പാലാ രൂപതയിൽ നിന്നുള്ള ആളാണ്, നമ്പിയാകുളം. അദ്ദേഹത്തെ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ ഒരു ക്രൈസ്തവനെ, ഒരു ന്യൂനപക്ഷ അംഗത്തെ ഉയർത്തി ശ്രീ നരേന്ദ്രമോദി കാണിക്കുന്നു പറഞ്ഞാല് അത് അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്ന് ക്രൈസ്തവരോടുള്ള ഒരു പ്രത്യേക സ്നേഹമായിട്ട് ഞാൻ കരുതുന്നത്. അത് ഒരിക്കലും അദ്ദേഹം തന്നെ പ്രതീക്ഷിച്ചിട്ടില്ല മന്ത്രിയാവുന്നുള്ളത്. നിരവധി നേതാക്കന്മാരോട് ക്യൂ നിൽക്കുന്ന സമയത്ത് ഒരു ക്രൈസ്തവന് ഒരു പ്രധാനപ്പെട്ട 2 വകുപ്പുകൾ കൊടുത്ത് മന്ത്രിയാക്കി എന്ന് പറഞ്ഞാല് അത് ഒരിക്കലും ഒരു പ്രധാനമന്ത്രിക്ക് ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത, ഒരു പക്ഷേ കോൺഗ്രസ് ഗവൺമെന്റിനും അതുപോലെ മാറി വന്ന തീർച്ചയായിട്ടും വളരെ വ്യക്തമായിട്ടുള്ള സ്വാധീനം മോഡിക്ക് കേരളത്തില് പ്രത്യേകിച്ച് തൃശ്ശൂർ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. ഈ താങ്കൾക്ക് കോട്ടയത്തും പേരുകളുള്ള, ഞാൻ മനസ്സിലാക്കുന്ന കോട്ടയത്തെ പേരുകളാണ്. അപ്പം കുറച്ച് വർഷങ്ങളായി, പക്ഷേ കഴിഞ്ഞ 5 വർഷത്തിന് മുന്നിൽ നമ്മൾ നോക്കുമ്പോൾ കേരളത്തിലെ വാർത്താ മാധ്യമങ്ങളിൽ നിറഞ്ഞു നിന്നൊരു വ്യക്തിയാണ് പി സി ജോർജ് ഒരുപക്ഷെ കേരള കോൺഗ്രസിന്റെ ഇടതുമുന്നണിയിൽ നിന്നാലും വലതുമുന്നണിയിൽ നിന്നാലും ജയിച്ചുകൊണ്ടിരുന്ന ഒരാള് ഇക്കുറി BJP പാളയത്തിലാണ്. എങ്ങനെ ആ ഇമ്പാക്ട് എങ്ങനെ ഉണ്ടാക്കിയിട്ട് താങ്കൾ നേരിട്ട് മനസ്സിലാക്കിയതായിരിക്കും? ശ്രീ PC ജോർജ് വളരെയധികം ജനപിന്തുണ സ്വാധീനമുള്ള നേതാവാണ് തിരുവിതാംകൂറിൽ. പ്രത്യേകിച്ച് കോട്ടയം, പാല, പത്തനംതിട്ട, ഈരാറ്റുപേട്ട മണ്ഡലങ്ങളിലെല്ലാം വളരെ ശക്തമായിട്ടുള്ള സ്വാധീനമാണ് ശ്രീ PC ജോർജ്. അദ്ദേഹത്തിന് എവിടെ നിന്നാലും ജയിക്കാം തിരുവിതാംകൂറില്. അങ്ങനത്തെ ഒരു നേതാവാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നേതാവ് BJPയിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും അതിനുള്ളൊരു ഇമ്പാക്ട് പത്തനംതിട്ട, ഈരാറ്റുപേട്ട മണ്ഡലങ്ങളിൽ തീർച്ചയായിട്ടും ഉണ്ടാവും, പാല അടക്കം. അദ്ദേഹത്തിന്റെ മകൻ ഷോൺ ജോർജ് ജില്ലാ പഞ്ചായത്ത് അംഗമാണ്. അദ്ദേഹത്തിനും നിശ്ചയമായിട്ടും നല്ല ചാൻസ്, ഒരു വളർന്നു വരുന്ന നേതാവാണ്. ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിയുള്ള 2 നേതാക്കന്മാരാണ് BJPയിൽ ഉള്ളത്. തീർച്ചയായിട്ടും ക്രൈസ്തവർക്ക് വേണ്ടി ശക്തമായ നിലപാടെടുക്കാൻ ഈ 2 പേർക്ക് ഇപ്പോഴും സ്വാധീനിക്കുന്നുണ്ട്. ഒരു പക്ഷേ അവർ നിന്ന് കഴിഞ്ഞാൽ വിജയിക്കാനും ശക്തമായിട്ടുള്ള സാധ്യത ഞാൻ കാണുന്നില്ല. അപ്പൊ താങ്കളുടെ സ്ഥാനാർത്ഥിയെ കുറിച്ച് താങ്കൾ പറഞ്ഞത് താങ്കൾ അങ്ങനെ ഒരു തീരുമാനമൊന്നും എടുത്തിട്ടില്ല. ഞാൻ ഒരിക്കലും ഒരു രാഷ്ട്രീയ ചായ്വ്, ഒരു പാർട്ടി, ഇപ്പൊ ഞാൻ BJPക്ക് വേണ്ടി സംസാരിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഞാനുള്ള യാഥാർത്ഥ്യം പറയുന്നത് BJP വളർന്നു വരുന്ന ഒരു പാർട്ടിയാണ്. മറ്റുള്ള പാർട്ടികൾ പരീക്ഷിച്ച് പരാജയപ്പെട്ട ജനതയാണ് കേരളം, മലയാളികള്. ഒരു പാർട്ടി കേരളത്തിൽ പരീക്ഷിച്ചിട്ടില്ല. അപ്പൊ അതുകൊണ്ട് BJPക്ക് ഒരു പോസിറ്റീവായിട്ടുള്ള ഇമ്പാക്ട് ആ കാര്യത്തിൽ BJPക്ക് ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ടോമി സാറിനെ കുറിച്ച് ഇപ്പൊ ഞങ്ങള് ഈ പല ചാനലുകൾ ചർച്ചകളിലാണ് കഴിഞ്ഞിടയ്ക്ക് താങ്കൾ എന്നെ കണ്ടു തുടങ്ങിയത്. എന്നാൽ എന്റെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയില്ല. എന്നാലും സീറോ മലബാർ സഭയുടെ വക്താവായിരുന്നു കുറച്ച് വർഷങ്ങളായി. അതിനു മുമ്പ് എന്തായിരുന്നു സാറിന്റെ ഒരു പ്രവർത്തന മേഖല? ഞാൻ സഭാപരമായിട്ട് ക്രൈസ്തവ സഭകളായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളായിരുന്നു നിരവധി വർഷങ്ങളായിട്ട്. സാറിന്റെ ക്വാളിഫിക്കേഷൻ ഒക്കെ എങ്ങനെയാണ്? ഞാനൊരു മാനേജ്മെന്റ് ബിരുദധാരിയാണ്, മാനേജ്മെന്റ് ആണ്.
സൈക്കോളജി, ഫിലോസഫിയിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. നിരവധി സബ്ജക്റ്റുകൾ ഞാൻ കൈകാര്യം ചെയ്തിട്ടുണ്ട്. പിന്നെ എഴുത്താണ് എന്റെ മേഖല. എഴുത്തും റിസർച്ചാണ്, ഗവേഷണമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ താങ്കൾ ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്, മാധ്യമങ്ങളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ പോയപ്പോഴും കേരളത്തെ രാഷ്ട്രീയത്തെയും കേരളത്തെ കുറിച്ചും താങ്കൾക്ക് തീർച്ചയായിട്ടും അല്ലാതെ ഒരു അവിടത്തെ ഒരു സുഖജീവിതത്തിൽ മുഴുകി ജീവിക്കുന്നതായിരുന്നു. ഒരിക്കലില്ല. തീർച്ചയായിട്ടും കേരളത്തെ ഞാൻ എപ്പോഴും ഞാൻ ഫോളോ ചെയ്യാറുണ്ട്. കേരളത്തിലെ രാഷ്ട്രീയ സംഭവവാസികളെ ഞാൻ കാണാറുണ്ട്, ഞാൻ എഴുതാറുണ്ട്, ആനുകാലിക കാര്യങ്ങൾ ഞാൻ സംസാരിക്കാറുണ്ട്, എഴുതാറുണ്ട്. അപ്പൊ വ്യക്തമായിട്ട് നമുക്ക് കേരളത്തിലെ നടക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. അപ്പൊ യാഥാർത്ഥ്യ ബോധത്തോടുള്ള ചിന്തകളാണ് ഞാൻ പങ്കുവയ്ക്കുന്നത്. ചിലര് സംശയിച്ചേക്കാം ഇദ്ദേഹം BJPയുടെ ആളാണെന്നത്. ഒരിക്കലും അല്ല. ഞാൻ എല്ലാ പാർട്ടിയും സ്നേഹിക്കുന്ന ആളാണ്. നിരവധി നേതാക്കന്മാര് ഇപ്പൊ താങ്കൾ പറഞ്ഞ പോലെ ഇഷ്യൂ ബേസ്ഡ് അല്ലാതെ വിഷയത്തിൽ ഊന്നിയിട്ടാണ് ക്രൈസ്തവ സഭകള് വോട്ട് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കത്തോലിക്കര്, ക്രൈസ്തവർ വോട്ട് ചെയ്യേണ്ടത്. പ്രശ്നാധിഷ്ഠിത പിന്തുണയാണ് പാർട്ടികൾ കൊടുക്കേണ്ടത്. അന്ധമായിട്ടൊരു പാർട്ടിയെ പിന്നാലെ പോകാൻ പാടില്ല എന്നാണ്. മൊബൈല് നിരന്തരമായി അടിച്ചുകൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിന് പള്ളിയിലേക്ക് പോകാനുള്ള. അപ്പൊ ഇതിനിടയിലും എന്റെ കൂടെ അല്പം നേരം വന്ന് കുറച്ചു നേരം സംസാരിക്കാനുള്ള മനസ്സ് കാണിച്ച സാറിനോട് നന്ദി പറയുന്നു.